ശ്യാം, നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷൻ സക്സസ്. താങ്ക് യു ഡോക്ടർ സാർ. നന്ദി ദൈവത്തോടാണ് പറയേണ്ടത്. നമുക്ക് പ്രവർത്തിക്കാനേ പറ്റൂ. ബലം തരേണ്ടത് ദൈവം മാത്രമാണ്. സർ, എനിക്ക് എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും കാണാൻ പറ്റും. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തു കൊണ്ടുവരട്ടെ. എന്തുപറ്റി? നിനക്കെന്താ എത്ര വിഷമം? ഒന്നുമില്ല. ശ്യാമിന്റെ ഒരു വിവരവും ഇല്ല. 4 ദിവസമായി അവൻ അമ്മയെ കാണാൻ പോയിട്ട്. അമ്മയുടെ അടുത്ത് പോയതല്ലേ, 4-5 ദിവസം അവിടെ നിന്നിട്ട് വരട്ടെ. അതിനെന്താ കുഴപ്പം? വരുമ്പോ വരട്ടെ. നീ ഇങ്ങനെ നടന്ന് ബേജാറായിട്ട് എന്താ കാര്യം? എങ്ങനെ വിഷമിക്കാതിരിക്കും? ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. ഇതുവരെ അവന്റെ ഒരു വിവരവുമില്ല. നീ കൂടുതൽ ഇമോഷണൽ ആവേണ് ശ്യാമിന്റെ കാര്യത്തിൽ. അതിനിപ്പോ എന്താ? ശരി, നിന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ നീ പൊയ്ക്കോ. പേഴ്സണൽ കാര്യോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. നീ അവനെ പഠിപ്പിച്ചു, പരീക്ഷ എഴുതിപ്പിച്ചു, അവനിപ്പോ ജയിക്കുകയും ചെയ്തു. ആ, അവൻ പാസ്സായില്ലേ? നിന്റെ ലക്ഷ്യം സാധിച്ചില്ലേ? ഇനി നീ അവനെ വെറുതെ വിടൂ. അതെന്തിനാ? അവന്റെ കാര്യങ്ങൾ ഇനി അവൻ തീരുമാനിക്കട്ടെ. ഓ, ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ ആവശ്യമില്ലാത്ത വല്ല അവനോട് പറഞ്ഞു കാണും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നോ? നീ എന്നെ വെറുതെ സംശയിക്കാണ്. കോപ്പ്. അമ്മേ, 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 അമ്മയ്ക്ക് സുഖമായോ? നീ എവിടെയായിരുന്നു മോനെ? അമ്മ, എനിക്കൊരു മേഡമുണ്ട്. അവരെന്നെ എഴുത്തും വായനയും പഠിപ്പിച്ചു. പിന്നെ 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 ഞാൻ പരീക്ഷയിൽ പാസ്സായമ്മേ. നീ പാസ്സായ? അതേമ്മേ, അവര് ടീച്ചർ മാത്രമല്ല, ഒരുപാട് വലിയ ബിസിനസ്മാന്റെ ഭാര്യയും കൂടിയാണ്. വലിയ ബിസിനസ്മാന്റെയോ? അതേമ്മേ, അവരെനിക്ക് തന്ന പൈസ കൊണ്ടാണ് ഞാൻ അമ്മയുടെ ഓപ്പറേഷൻ നടത്തിയത്. അമ്മ, എനിക്ക് 1 ലക്ഷം രൂപയുടെ ചെലവ് വന്നു ഓപ്പറേഷന്. പക്ഷേ 1 ലക്ഷം രൂപയോ? നിനക്ക് എവിടുന്ന് കിട്ടി മോനെ? അമ്മ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. തൽക്കാലം വിശ്രമിക്കൂ. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമാവും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. അതെ മോനെ, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഈ സമയത്ത് ആരാ ഇത്? നീയോ? ആ മേഡം. വാ. അമ്മയുടെ അടുത്ത് പോയിട്ട് കുറെ ദിവസം ആയല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മ പഴയ പോലെ ആകാൻ സമയമെടുത്തു. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? വെരി ഗുഡ്. ഇപ്പൊ വളരെ സുഖമാണ്. മേഡം, എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളോ? ആ, മേഡത്തിനോട്. എന്താ എന്നോട് പറയാനുള്ളത്? നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാലോ. സമ്മാനത്തിന്റെ കാര്യമല്ലാതെ മറ്റൊരു കാര്യമാണ്. വേറെന്ത് കാര്യവാ? മേഡത്തിന്റെ ജീവൻ. നീ എന്നെ കൊല്ലാൻ പോവാണെന്നോ? എന്നെയോ? ജീവൻ വേണം എനിക്ക്.
ജീവൻ തന്നെ. നീ എന്തായി പറയുന്നേ? നീ തമാശ പറയാണെന്ന് എനിക്കറിയാം. കളി തമാശയല്ല മേഡം, ഞാൻ പറഞ്ഞ വാസ്തവം. സർ, ഞാൻ മേഡത്തെ കൊന്നു. തട്ടിക്കഴിഞ്ഞോ നീ നിന്റെ മേഡത്തിനെ? സർ. മരിച്ചു ഉറപ്പാക്കിയോ? സർ, മരിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ സാർ ആ മുറിയിൽ പോയി നോക്ക്, ചോരെ കുളിച്ച് കിടക്കുന്ന കാണാം. സബാഷ്. താങ്ക് യു സർ. ഇനി നിനക്ക് ഞാനൊരു പുതിയ സമ്മാനം തരാൻ പോവുക. എന്താ സർ? കൈവിലങ്ങ്. കൈവിലങ്ങോ? ഇൻസ്പെക്ടർ, ആ പറ, എന്താ കാര്യം? ഇവൻ എന്റെ ഭാര്യയെ കൊന്നു. എങ്ങോട്ട് താടാ? കാണാൻ നല്ല ചുള്ളനാണല്ലോടാ നീ. എന്നിട്ട് പിസ്റ്റലും കൊണ്ട് കൊല്ലാൻ നടക്കാണ് അല്ലടാ. നടക്ക്. ഇനി നിനക്ക് പഠിക്കാനുള്ളതൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പഠിപ്പിച്ചു തരാം. നടക്കടാ.